കൊടിയുയർത്തുവിൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ, നിന്റെ രാജാവു ജയിതം നിന്നിലില്ലയോ. നമ്മളൊത്തുണർന്നു നീങ്ങണം, നന്മതൻ ബലം തരിക്കണം. ജീവനെങ്കിൽ ജീവൻ വെച്ചു കർത്തൃസേവ ചെയ്യണം. ഉന്നത വിളിക്കു തക്ക ജീവിതം നയിക്കണം. ജീവനെങ്കിൽ ജീവൻ വെച്ചു കർത്തൃസേവ ചെയ്യണം. ഉന്നത വിളിക്കു തക്ക ജീവിതം നയിക്കണം. പർവ്വതത്തിലെത്ര മോഹനം, സുവാർത്തയോതും തൂകണ്ടിക്കാർ. പർവ്വതത്തിലെത്ര മോഹനം, സുവാർത്തയോതും തൂകണ്ടിക്കാർ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ. ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ, നിന്റെ രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ. തിന്മയോട് എതിർത്ത് നിൽക്കണം, നന്മയാ ജയം വരിക്കണം. ആദ്യ സ്നേഹമാദിമ പ്രതിഷ്ഠയും വിശ്വാസവും ആദ്യനാളിൽ എന്ന പോലെ കാത്തിടും വിശുദ്ധരെ. ആദ്യ സ്നേഹമാദിമ പ്രതിഷ്ഠയും വിശ്വാസവും ആദ്യനാളിൽ എന്ന പോലെ കാത്തിടും വിശുദ്ധരെ. വീണ്ടെടുപ്പിനാളെടുത്തു പോ, വേല ചെയ്തൊരുങ്ങിനിടാ. വീണ്ടെടുപ്പിനാളെടുത്തു പോ, വേല ചെയ്തൊരുങ്ങിനിടാ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ. ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ, നിന്റെ രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ. ലോകത്തെ പരിചരിക്കണം, ദോഷം വിട്ടകന്നു നീങ്ങണം. അന്ധകാര ശക്തിയോട് എതിർത്ത് നാം ജയിക്കണം. അന്തരംഗം ആത്മശക്തിയാൽ വിശുദ്ധമാകണം. അന്ധകാര ശക്തിയോട് എതിർത്ത് നാം ജയിക്കണം. അന്തരംഗം ആത്മശക്തിയാൽ വിശുദ്ധമാകണം. അന്ത്യകാലം വന്നെടുത്തു പോ, അന്ത്യദൂത് കേൾക്കുന്നിതാ. അന്ത്യകാലം വന്നെടുത്തു പോ, അന്ത്യദൂത് കേൾക്കുന്നിതാ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ. ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ, നിന്റെ രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ. അന്ത്യകാല സംഭവങ്ങളാൽ സംഭവിച്ചിടുന്ന ലോകത്തിൽ ജയമെടുത്ത വീരരായി വിശുദ്ധരായി ഹൃദയസ്ഥരായി കൃപയിലെന്നും ആശ്രയിച്ചു വരവിനായി ഒരുങ്ങിടാം. ജയമെടുത്ത വീരരായി വിശുദ്ധരായി ഹൃദയസ്ഥരായി കൃപയിലെന്നും ആശ്രയിച്ചു വരവിനായി ഒരുങ്ങിടാം. കർത്തനേശു ശീഘ്രം വന്നിടൂ, ആമയും ഒരുക്കിടുന്നിതാ. കർത്തനേശു ശീഘ്രം വന്നിടൂ, ആമയും ഒരുക്കിടുന്നിതാ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ. ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ, നിന്റെ രാജാവു ജയിതാവാൻ നിന്നിലില്ലയോ. ലോകത്തെ പരിചരിക്കണം, ദോഷം വിട്ടകന്നു നീങ്ങണം. അന്ധകാര ശക്തിയോട് എതിർത്ത് നാം ജയിക്കണം. അന്തരംഗം ആത്മശക്തിയാൽ വിശുദ്ധമാകണം. അന്ധകാര ശക്തിയോട് എതിർത്ത് നാം ജയിക്കണം.
അന്തരംഗമാത്മശക്തിയാൽ വിശുദ്ധമാക്കണം. അന്ത്യകാലം തുന്നറുത്തുപോ, അന്ത്യദൂത് കേൾക്കുന്നിതാ. അന്ത്യകാലം അങ്ങടുത്തുപോ, അന്ത്യദൂത് കേൾക്കുന്നിതാ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവ് ചെയ്തവനെന്തില്ലയോ, നിന്റെ രാജാവ് ചെയ്തവനെന്തില്ലയോ. അന്ത്യകാല സംഭവങ്ങളാൽ സംഭ്രമിച്ചിടുന്ന ലോകത്തിൽ ജയമെടുത്ത വീരനായി വിശുദ്ധരായി ഹൃദയസ്ഥരായി കൃപയിലെന്നും ആശ്രയിച്ചു വരവിനായി ഒരുങ്ങിനായി. ജയമെടുത്ത വീരൻ വിശുദ്ധരായി ഹൃദയസ്ഥരായി കൃപയിലെന്നും ആശ്രയിച്ചു വരവിനായി ഒരുങ്ങിനായി. കർത്തനേശ ശീഘ്രം വന്നിടും, കാവയും ഒരുക്കിടുന്നിതാ. കർത്തനേശ ശീഘ്രം വന്നിടും, കാന്തയും ഒരുക്കിടുന്നിതാ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവ് ചെയ്തവനെന്തില്ലയോ, നിന്റെ രാജാവ് ചെയ്തവനെന്തില്ലയോ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവ് ചെയ്തവനെന്തില്ലയോ, നിന്റെ രാജാവ് ചെയ്തവനെന്തില്ലയോ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവ് ചെയ്തവനെന്തില്ലയോ, നിന്റെ രാജാവ് ചെയ്തവനെന്തില്ലയോ. കൊടിയുയർത്തുവിൻ, ജയത്തിൻ കൊടിയുയർത്തുവിൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവ് ചെയ്തവനെന്തില്ലയോ, നിന്റെ രാജാവ് ചെയ്തവനെന്തില്ലയോ. ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ, ജയത്തിൻ ഗീതം പാടുവിൻ. രാജാവ് ചെയ്തവനെന്തില്ലയോ, നിന്റെ 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 രാജാവ് ചെയ്തവനെന്തില്ലയോ. ഹല്ലേലൂയ. கலகலம் எந்தமே கருண்யனே உந்தன் தயவு பெரிதே கலகலம் எந்தமே தீமையேதும் என்னில்லையே யாவும் உம் கிருபை என்றோ தீமையேதும் என்னில்லையே யாவும் உம்
பெரிதே காலாகாலம் எந்தன் மேல் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் பாருருவாகும் முன்னர் கண்டெடுத்தே பாரினை வென்ற எந்தன் இயேசுநாதா பாருருவாகும் முன்னர் கண்டெடுத்தே பாரினை வென்ற எந்தன் இயேசுநாதா பரிசுத்தமாக்கிடும் உந்தனின் வார்த்தையால் போரினை ஜெயித்திடுவே பரிசுத்தமாக்கிடும் உந்தனின் வார்த்தையால் போரினை ஜெயித்திடுவே காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் நாச உலகத்தனில் அமைந்த என்னை பாசக்கரமதால் தூக்கினீரே நாச உலகத்தனில் அமைந்த என்னை பாசக்கரமதால் தூக்கினீரே ஈசனாம் என்னையும் சாயலாய் மாற்றிடும் வாசம் செய்ய உம்முடன் ஈசனாம் என்னையும் சாயலாய் மாற்றிடும் வாசம் செய்ய உம்முடன் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் புரந்தரை சுவேனில் வெளிப்படுவேன் புரந்தனாகி உந்தன் முகம் காணுவேன் புரந்தரை சுவேனில் வெளிப்படுவேன் புரந்தனாகி உந்தன் முகம் காணுவேன் ஈஸ்வரி உந்தனை மார்பனை சாந்துவே நித்தியம் சேவிப்பினே ஈஸ்வரி உந்தனை மார்பனை சாந்துவே நித்தியம் சேவிப்பினே காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் வீண்மை ஏதும் என்னில்லையே யாவும் உம் கிருபை என்றார் காருண்யமே உந்தன் தயவு பெரிதே காலாகாலம் எந்தன் மேல்
Hallelujah. 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 കൊടിയുയർത്തുവിൻ ജയത്തിൻ കൊടിയുയർത്തുവിൻ ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ രാജാവ് ജയിതാവാൻ നിന്നിലില്ലയോ നിന്റെ രാജാവ് ജയിതാവാൻ നിന്നിലില്ലയോ കൊടിയുയർത്തുവിൻ ജയത്തിൻ കൊടിയുയർത്തുവിൻ ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവിൻ ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ രാജാവ് ജയിതാവാൻ നിന്നിലില്ലയോ നിന്റെ രാജാവ് ജയിതാവാൻ നിന്നിലില്ലയോ ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ രാജാവ് ജയിതാവാൻ നിന്നിലില്ലയോ നിന്റെ 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 രാജാവ് ജയിതാവാൻ നിന്നിലില്ലയോ. The word of God says that some trust in horses and some trust in chariots, but we will trust in the name of the Lord. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, എന്നാലോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നു. வேதம் சொல்லுகிறது, சிலர் குதிரைகளிலும் சிலர் ரதங்களிலும் நம்பிக்கை வைக்கிறார்கள், நாங்களோ எங்கள் தேவனாகிய கர்த்தருடைய நாமத்தின் மேல் நம்பிக்கை வைக்கிறோம். They are fallen, but we are risen and stand upright. അവർ വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. அவர்கள் விழுந்து போனார்கள், நாங்களோ எழுந்து நிமிர்ந்து நிற்கிறோம். So this is the experience of lifting up the banner of the Lord, lifting up the name of Jesus. ഇതാകുന്നു യഹോവയുടെ കൊടി, യേശുവിന്റെ നാമം ഉയർത്തുന്നതിലുള്ളതായ ജയം. இதுதான் தேவனுடைய கொடி உயர்த்துவது, இயேசுவின் நாமத்தை உயர்த்துவது. Now at the name of Jesus, every demon under the earth is falling down and bowing down to the name of Jesus who is Lord. യേശുവിന്റെ നാമത്തിൽ ഈ ഭൂമിയിലുള്ള സകല സാത്താന്യ ശക്തികളും വീണ് വണങ്ങി
യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയും. இயேசுவின் நாமத்திலே இந்த பூமியின் கீழ் இருக்கிறதான எல்லா பொல்லாத வல்லமைகளும் விழுந்து வணங்கி இயேசுவே தேவன் என்று சொல்லுகிறது. You take the name of Jesus is Lord. Whatever is coming against you now is going to bow down and accept defeat. യേശുവിന്റെ നാമം നിങ്ങൾ എടുക്കുവിൻ. എന്ത് ശക്തികൾ എതിരായി പ്രവർത്തിക്കുന്നുവോ അത് വീണ് നിങ്ങളുടെ പാദത്തിങ്കിൽ വണങ്ങുവാനിടയാകും. இயேசுவின் நாமத்தை எடுத்துக் கொள்ளுங்கள். அப்பொழுது உங்களுக்கு எதிராய் வருகிறதான எல்லா வல்லமைகளும் உங்களுக்கு முன்பாக விழுந்து தோல்வியை ஏற்றுக்கொள்ளும். Oh, tonight to exalt Jesus who is Lord. ഇന്ന് രാത്രി യേശുവിനെ കർത്താവെന്ന് നമുക്ക് ഉയർത്താം. இன்று இரவிலே நாம் எல்லாரும் சேர்ந்து இயேசு கர்த்தர் என்று நாம் உயர்த்துவோம். The psalmist says, in the name of the Lord we will set up our banners. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും. சங்கீதக்காரன் சொல்கிறான், தேவனுடைய நாமத்திலே எங்கள் கொடி உயர்த்துவோம். So when you exalt the name of Jesus, you are raising that banner. ആയതിനാൽ യേശുവിന്റെ നാമം ഉയർത്തുമ്പോൾ നിങ്ങൾ കൊടി ഉയർത്തുകയാണ്. ആനപടിയാൽ യേശുവിൻ നാമത്തെ ഉയർത്തുമ്പോൾ നിങ്ങൾ அந்த கொடியை உயர்த்துகிறீர்கள். Whatever is coming against you now is going to bow down, and if you say Jesus is Lord of your life, they are going to say Jesus is Lord of your life. He has all power over you. We have no more power over you. നിങ്ങൾ യേശുവിന്റെ നാമത്തെ ജീവിതത്തിൽ ഉയർത്തുമ്പോൾ മറ്റൊരു ശക്തിക്കും നിങ്ങളുടെ ജീവിതത്തിന്മേൽ ശക്തി അധികാരമില്ല. യേശു കർത്താവായി നിങ്ങളുടെ ജീവിതത്തിൽ അധികാരമുള്ളവനായി കാണപ്പെടും. இயேசுவின் நாமத்தை நீங்கள் உயர்த்தும் போது மற்ற வல்லமைகள் எல்லாம் உங்களிடத்தில் வந்து சொல்லும், இயேசுவே உன்னுடைய ஜீவியத்தின் மேல் அதிகாரம் உள்ளவர், எங்களுக்கு எவ்விதமான அதிகாரமும் இல்லை. Right now as you say that, you and receive the anointing of the Holy Spirit. The Holy Spirit will destroy those powers under your feet. ഇപ്പോൾ നിങ്ങൾ അത് പറയുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾ അനുഭവിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവയെ നിങ്ങളുടെ പാദത്തിങ്കലാക്കി തരും. இப்பொழுது நீங்கள் அறிக்கையிடும் போது பரிசுத்த ஆவியின் வல்லமை உங்களுக்குள் பிரவேசித்து அந்த வல்லமைகள் எல்லாம் அழித்து போடும். Oh, exalt the name of Jesus. ஆகையால் இயேசுவின் நாமத்தை உயர்த்தாம். ஆனபடியால் நாம் இயேசுவின் நாமத்தை உயர்த்துவோம். Against the things that are rising up in your life. നിങ്ങളുടെ ജീവിതത്തിൽ എതിരായി ഉയർന്നു വരുന്നതായ ശക്തിക്ക് എതിരായി, உங்களுடைய ஜீவிதத்துக்கு எதிராய் கடந்து வருகிற எல்லா வல்லமைகளுக்கு விரோதமாய், the things that are bringing affliction in your mind and affliction in your life, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും കൊണ്ടുവരുന്നതായ ശക്തിക്ക് വിരോധമായി, உங்களுடைய ஜீவியத்திலும் மனதிலும் உபத்திரவங்களை கொண்டு வருகிற வல்லமைகளுக்கு the விரோதமாய், things that are bringing all kinds of sufferings and oppression in your life, കഷ്ടങ്ങളും സമ്മർദ്ദങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വിരോധമായി കൊണ്ടുവരുന്ന ശക്തിക്കെതിരായി, உங்களுடைய ஜீவியத்திலே பாடுகளையும் கஷ்டங்களையும் கொண்டு வருகிற வல்லமைகளுக்கு now விரோதமாய் they are going to fall down. അവയെല്ലാം ഇത് വീഴുവാൻ പോകുന്നു. அவைகளெல்லாம் இப்பொழுது விழப்போகிறது. Then through the anointing the Lord will bruise Satan under your feet. അഭിഷേകത്തിന്റെ ശക്തിയിനാൽ സാത്താനെ കാൽക്കീഴ് കർത്താവ് ചതച്ചു കളയും. அபிஷேகத்தின் வல்லமையினாலே சாத்தானை கர்த்தர் உங்கள் கால்களின் கீழ் நசுக்கி போடுவார். Amen. Exalt the name of Jesus. Be filled with the Spirit. യേശുവിന്റെ നാമത്തെ ഉയർത്തി അവന്റെ ആത്മാവിനാൽ നിറയുവീൻ. இயேசுவின் நாமத்தை உயர்த்தி பரிசுத்த ஆவியின் வல்லமை நிரப்பப்படுங்கள். Amen. Amen. Be anointed by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ അഭിഷക്തരായി തീരുവീൻ. பரிசுத்த ஆவியினால் அபிஷேகம் பெற்றுக்கொள்ளுங்கள். Oh, don't keep quiet. மௌனமாய் இருக்க வேண்டாம். ആരും മൗനമായിരിക്കരുത്. Right now the Lord is bruising, the God of peace through the anointing is bruising Satan under your feet. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ സമാധാനത്തിന് കർത്താവായവൻ സാത്താനെ നിങ്ങളെ കാൽക്കീഴെ ചതച്ചു കളയുവാൻ പോകുന്നു. சமாதானத்தின் தேவன் தாமே பரிசுத்த ஆவியின் மூலமாய் பிசாசை உங்கள் பாதத்தின் கீழ் நசுக்கி போடுகிறார். Hallelujah. Hallelujah. Pray, pray. Be anointed. Hallelujah, hallelujah, Jesus, Jesus, your Lord, Jesus, your Lord, Jesus, your Lord. Oh Lord, anoint, 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 anoint by your Spirit, the name of Jesus, Jesus, your Lord, Jesus, your Lord, Jesus, your Lord. Oh.
The Lord is the Lord, our Redeemer, who sets us free. നമ്മുടെ കർത്തർ, നമ്മുടെ മീറ്റ്പർ, നമ്മെ രക്ഷിക്കുന്നവരായിരിக்கிறார். നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മെ രക്ഷിക്കുന്നവനായിരിക്കുന്നു. The Lord is the Lord of hosts, the Lord of the heavenly armies, who fights and defeats the enemies for you. സൈന്യത്തിന്റെ അധിപതിയായ കർത്താവ്, സ്വർഗീയ സൈന്യത്തിന്റെ അധിപതിയായവൻ ശത്രുവിനെ നിനക്ക് വേണ്ടി പരാജയപ്പെടുത്തുന്നു, അവൻ തോൽപ്പിച്ചു കളയുന്നു. சேனை அதிபனாயிருக்கிற தேவன், பரலோக சேனையின் தலைவனாயிருக்கிற தேவன், உனக்கு எதிராக இருக்கிற சத்துருக்களை எல்லாம் அவர் தோற்கடிக்கிறார். Oh, therefore, as you exalt him as Lord of your life, the Lord will do that work that you desire him to do for you right now. ആയതിനാൽ അവനെ നിങ്ങൾ ഉയർത്തുവീൻ, അവനെ കർത്താവെന്ന് ഉയർത്തുവീൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവ് അതിപ്പോൾ നിങ്ങൾക്ക് നിവർത്തിച്ചു തരും. ஆனபடியால் நீங்கள் கர்த்தரை உயர்த்துங்கள், அப்பொழுது நீங்கள் அவர் செய்ய வேண்டும் என்று விரும்புகிற காரியத்தை உங்களுக்கு வாய்க்க பண்ணுவார். Oh, believe and exalt Jesus as Lord. വിശ്വസിപ്പീൻ കർത്താവ് യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ ഉയർത്തുവീൻ. விசுவாசியுங்கள் இயேசுவே கர்த்தர் என்று உயர்த்துங்கள். The word of God says that the name of Jesus who is Lord, every knee should bow, things in heaven, things on earth, things under the earth, all the demons under the earth will bow down. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, യേശു തന്നെ കർത്താവെന്ന്. യേശു തന്നെ കർത്താവ്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങും. ഭൂമിക്കടി കീഴിലുള്ളതായ സകല ദുഷ്ടശക്തികളും യേശു തന്നെ കർത്താവെന്ന് പറഞ്ഞവന്റെ മുൻപാകെ വണങ്ങുവാനിടയാകും. வேதம் சொல்லுகிறது, இயேசுவின் நாமத்திற்கு முன்பாக வானத்திலும் பூமியிலும் பூமியின் கீழ் உள்ள சகல வல்லமைகளும் பூமியின் கீழ் உள்ள எல்லா பிசாசின் வல்லமைகளும் அவருக்கு முன்பாக முடங்கும் என்று. Oh, and they will confess Jesus is Lord of your life. അവർ ഏറ്റുപ്രകാരം പറയും, യേശു തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവാകുന്നു. நீங்கள் சொல்லுங்கள், இயேசுவே என்னுடைய ஜீவியத்தில் கர்த்தர் என்று. Those evil spirits will then confess the same thing. They will say, Jesus is Lord, he has all power over you. We have no more power over you. ആ ദുഷ്ടശക്തികളും ഇങ്ങനെ ഏറ്റുപറയുവാനിടയാകും, യേശു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവാകുന്നു, അവന് സകല അധികാരവുമുണ്ട്, ഞങ്ങൾക്കോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു അധികാരവുമില്ല. அப்பொழுது அந்த பொல்லாத வல்லமைகளும் விதமாய் அறிக்கையிடும், இயேசுவே உங்கள் ஜீவியத்தின் கர்த்தர், அவருக்கே உங்கள் ஜீவியத்தின் மேல் சகல அதிகாரம், எங்களுக்கு ஒரு அதிகாரம் இல்லை. Oh, now you understand it. You pray, exalt the name of Jesus. ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി യേശുവിന്റെ നാമത്തെ ഉയർത്തുവീൻ. இப்பொழுது அதை உணர்ந்து கொண்டு இயேசுவின் நாமத்தை உயர்த்துங்கள். Oh, some are already receiving that glory, the power of God and the glory of God. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ തേജസ്സും വിധത്തിൽ പ്രാപിച്ചെടുക്കുവീൻ. தேவனுடைய வல்லமையும் தேவனுடைய மகிமையை நீங்கள் பெற்றுக்கொள்ளுங்கள். Oh, some have received it, but many more are going to receive it right now. ചിലർ അത് പ്രാപിച്ചിരിക്കുന്നപ്പോൾ അധികമായ ആളുകൾ ഇപ്പോൾ തന്നെ അത് പ്രാപിക്കണം. சிலர் அதை பெற்றுக் கொண்டிருக்கிறார்கள், மற்றும் அநேகர் அதை இப்பொழுது பெற்றுக்கொள்ள வேண்டும். Exalt the name of Jesus who is Lord. യേശുവിന്റെ നാമത്തെ കർത്താവെന്ന് ഉയർത്തുവീൻ. യേശുവേ കർത്തർ, യേശുവേ കർത്തർ എന്നവരുടെ നാമത്തെ ഉയർത്തുங்கள். Powers of darkness are getting destroyed right now. അന്ധകാരത്തിന്റെ ശക്തികൾ ഇപ്പോൾ തന്നെ തകർക്കപ്പെടട്ടെ. അന്ധകാരത്തിന്റെ എല്ലാ വല്ലമകളും ഇപ്പോഴേ നൊറുക്കപ്പെടുകയാണ്. And be filled with His Spirit. ആത്മാവിനാൽ നിറയപ്പെടുവീൻ. അവരുടെ വല്ലമയിനാൽ നിറപ്പപ്പെടുക. Right now the Lord is bringing the victory in your life. ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ജയം കൽപ്പിക്കുന്നു. ഇപ്പോഴേ കർത്തർ ഉங்கள் ജീവിതത്തിലെ ജയത്തെ He's coming with the anointing. The Holy Spirit is coming to give you the victory. അവൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നുകൊണ്ട് ആ ജയം പരിശുദ്ധാത്മാവിലൂടെ നൽകുകയാണ്. അവരുടെ പരിശുദ്ധാവിയെ കൊടുത്ത പരിശുദ്ധാവിൻ മൂലமாக தேவன் ஜெயத்தை கட்டளையிடுகிறார். Hallelujah. Jesus the Lord, Jesus the Lord of Redeemer, Jesus the Lord of hosts, Jesus, we exalt you, you are Lord, we exalt you, you are Lord.
the sickness that has been in your life until now. ഇപ്പോൾ വരെയും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ രോഗം, ഇതുവരെ ഉങ്ങളുടെ ജീവിതത്തിലെ കാണപ്പെട്ടതാണ് വ്യാധി. Now that spirit, when it hears the praises exalting Jesus, when you exalt Jesus as the Lord your healer, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യദാതാവെന്ന് നിങ്ങൾ ഉയർത്തിയപ്പോൾ, യേശുവை உங்கள் ജീവിതത്തിലെ പരിഹാരിயான கர்த்தர் என்று நீங்கள் உயர்த்தின போது, the spirits are going to fall down. ആ ആത്മാവ് നിബന്ധിക്കുവാൻ വീഴുവാൻ പോകുന്നു. அந்த வியாதியின் வல்லமைகள் எல்லாம் விழப்போகிறது. They're not going to fall down before you, but they're going to fall down before Jesus who is Lord. നിങ്ങളുടെ മുൻപാകെ അല്ലാതെ വീഴുവാൻ പോകുന്നത് മറിച്ച് യേശു കർത്താവിന്റെ മുൻപാകെ അത് വീഴുവാൻ പോകുന്നു. அது உங்களுக்கு முன்பாக அல்ல, கர்த்தராகிய இயேசுவுக்கு முன்பாக விழப் போகிறது. And right now the Lord is giving that enemy to you to destroy it with the word of God, destroy it with the anointing. ഇപ്പോൾ ആ ശത്രുവിനെ ദൈവവചനപ്രകാരം ദൈവവചനം ഉപയോഗിച്ചും അഭിഷേകത്തിനാലും തകർക്കേണ്ടതിന് നിന്റെ കയ്യിൽ തരുകയാണ്. இப்பொழுது இயேசு அந்த சத்துருவை தேவனுடைய வசனத்தினாலும் தேவ ஆவியினாலும் அழிக்கும்படி உங்களுடைய கரங்களில் ஒப்புக்கொடுக்கிறார். You take the sword of the Spirit, the word of God, as you praise Jesus as the Lord your healer, and you say, by Jesus' stripes I have been healed. ദൈവവചനമെന്ന ആത്മാവിനെ വാള് നീ എടുത്തുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ടാകും. தேவ வசனம் என்கிறதான ஆவியின் பட்டயத்தை எடுத்து சொல்லுங்கள். இயேசுவின் நாமத்தினாலே அவருடைய தழும்புகளாலே நான் குணமாயிருக்கிறேன். When you say that word, the Holy Spirit will turn that word into his sword and destroy that spirit of sickness. നീ അത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ വചനം അതിന്മേൽ ആ വാളിന്മേലാക്കി ആ രോഗത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കും, തകർത്തുകളയും. நீங்கள் அந்த வசனத்தை அறிக்கையிடும் போது தேவாவியானவர் அந்த வசனத்தை ஒரு பட்டயமாக்கி அந்த வியாதியின் வல்லமையை முற்றிலும் அழித்து போடுவார். And then the anointing will come upon you. അപ്പോൾ അഭിഷേകം നിങ്ങളുടെ മേൽ കടന്നു വരും. அப்பொழுது அபிஷேகம் உங்கள் மேல் கடந்து வரும். To utterly destroy the devil and to transform your body. മുറ്റുമായി ശത്രുവിനെ തകർത്തിട്ട് നിന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. முற்றிலுமாய் சத்துருவின் வல்லமை அழித்து உங்கள் சரீரத்தை மறுரூபமாக்கும்படி. Oh, believe Jesus the Lord is the Lord your healer, and confess it and praise him and confess the word of God and be filled with his spirit. വിശുദ്ധീൻ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവാകുന്നുവെന്ന് അവനെ ഉയർത്തുവീൻ, ആത്മാവിനാൽ നിറയുവീൻ, രോഗത്തിന്റെ ശക്തിയെ ജയിക്കുവീൻ. விசுவாசியுங்கள், இயேசுவே கர்த்தர் என்றும் அவரே உங்கள் பரிகாரியான கர்த்தர் என்று விசுவாசியுங்கள். பரிசுத்த ஆவிக்கு இடம் கொடுங்கள், அப்பொழுது உங்களை விடுவிப்பார். Confess, by Jesus' stripes I have been healed. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഏറ്റുപറയുവീൻ. இயேசுவின் தழும்புகளால் நான் குணமானேன் என்று And அறிக்கையிடுங்கள். be filled with his spirit. അവന്റെ ആത്മാവിനാൽ നിറയുവീൻ. அவருடைய ஆவியினால் நிரப்பப்படுங்கள். Amen. Exalt Jesus the Lord your healer. യേശുവിനെ നിന്റെ കർത്താവായി സൗഖ്യദാതാവായി ഉയർത്തുവീൻ. இயேசுவை உங்கள் பரிகாரியான கர்த்தரை உயர்த்துங்கள். Amen. The name of Jesus, the Lord my healer, the Lord our healer. We exalt you. Jesus, you're the Lord our healer.
Amen. Amen. Don't keep quiet. Don't keep quiet. Once you praise him, he has come there. Confess the word. Be filled with the Spirit. മൗനമായിരിക്കാതെ ദൈവത്തെ സ്തുതിപ്പീൻ, ഏറ്റുപറയുവീൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുവീൻ. மௌனமா இருக்க வேண்டாம். நீங்கள் இயேசுவை அறிக்கையிடுங்கள். அப்பொழுது பரிசுத்தாவின் வல்லமைக்கு நீங்கள் இடம் கொடுங்கள். ஆமென். Oh, the Lord is healing you right now. കർത്താവ് ഇപ്പോൾ തന്നെ ഇതിനെ സൗഖ്യമാക്കാം. கர்த்தர் இப்பொழுதே உங்களை குணமாக்கிக் கொண்டிருக்கிறார். Power of God is destroying the power of sickness. രോഗത്തിന്റെ ശക്തിയെ ഇതാ ദൈവത്തിന്റെ ശക്തി തകർത്തുകൊണ്ടിരിക്കുന്നു. இதோ தேவனுடைய வல்லமை வியாதியின் வல்லமையை உடைத்துக் கொண்டிருக்கிறது. The power of God is transforming your body and healing your body. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തെ സൗഖ്യമാക്കി ഇതാ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. தேவனுடைய வல்லமை உங்கள் சரீரத்தை முற்றிலும் மாற்றி ஆரோக்கியத்தையும் சௌக்கியத்தையும் கொடுக்கிறது. If you don't destroy the enemy, that sickness will destroy you. നിങ്ങൾ ആ ശത്രുവിന്റെ ശക്തിയെ തകർത്തില്ല എങ്കിൽ ആ രോഗം നിങ്ങളെ നശിപ്പിക്കും. நீங்கள் அந்த சத்துருவின் வல்லமையை நிர்மூலமாக்கவில்லை என்றால் அந்த சத்துரு உங்களை அழித்து போடுவார். Amen. Praise him. Confess his word. Claim the anointing. അവനെ സ്തുതിപ്പീൻ, അവൻ നാമം ഏറ്റുപറയുവീൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവീൻ. அவரை உயர்த்துங்கள், அவருடைய நாமத்தை அறிக்கையிடுங்கள், பரிசுத்தாவினால் நிரப்பப்படுங்கள். Amen. Oh Lord, our healer.
ഉലാവിക്കൊണ്ടിരിക്കുന്നു. This place is filled with my glory. ഈ സ്ഥലം എന്റെ തേജസ്സിനാൽ നിറഞ്ഞിരിക്കുന്നു. My presence is moving. എന്റെ സാന്നിധ്യം ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. My power is descending. എന്റെ ശക്തി ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. My child, you came with different needs in my presence. എന്റെ പൈതലേ, നീ പലവിധമായ ആവശ്യങ്ങളുമായി എന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. You said in your mind and in your heart, നീ അതിനെ നിന്റെ മനസ്സിലും ഹൃദയത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. if I go to this meeting, I will be delivered. ഞാൻ ഈ യോഗത്തിനായി പോകുന്നുവെങ്കിൽ ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Yes, I have heard that, and അതെ, ഞാനത് കേട്ടിരിക്കുന്നു. I have touched you. ഞാൻ നിന്നെ സ്പർശിച്ചിരിക്കുന്നു. I have delivered you from this problem. ഈ പ്രശ്നത്തിൽ നിന്നും ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു. My people, എന്റെ ജനമേ, powers of darkness are working against my people. അന്ധകാര ശക്തികൾ എന്റെ ജനത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. That you may not fall into the trap, I tell you, my people. നീ കെണിയിൽ അകപ്പെടാതിരിപ്പാൻ ഞാൻ എന്റെ ജനത്തോട് പറയുന്നത്, You be in spirit at all times. സദാസമയവും നീ ആത്മാവിൽ കാണപ്പെടുവീൻ. Always you be under the anointing. എപ്പോഴും നീ അഭിഷേകത്തോട് കാണപ്പെടുവീൻ. If so, my spirit will deliver you. അങ്ങനെയാകുന്നുവെങ്കിൽ എന്റെ ആത്മാവ് നിന്നെ വിടുവിക്കും. I tell you again, be in spirit at all times. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, എപ്പോഴും ആത്മാവിലായിരിപ്പീൻ. Be strong in the power of my might, saith the Lord. എന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. Yes, the Lord's anointing came upon you as you exalted Jesus in your life. അതെ, യേശുവിനെ നിന്റെ ജീവിതത്തിൽ കർത്താവായി നീ ഉയർത്തിയപ്പോൾ കർത്താവിന്റെ അഭിഷേകം നിന്റെ മേൽ കടന്നു വന്നു. ആം, യേശുവിന്റെ ജീവിതത്തിലെ കർത്തരന്റെ ഉയർത്തിന പോത് അവരുടെ അഭിഷേകം ഉനക്കുള്ളേ കടന്നു വന്നത്. He has destroyed the powers of darkness. അന്ധകാര ശക്തികളെ അവൻ തകർത്തു കളഞ്ഞു. അന്ധകാരത്തിൻ വല്ലമികളെ അവർ നൊരുക്കി He പോട്ടിരിக்கிறார். has destroyed every power that was oppressing you. നിന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ ശക്തികളെയും അവൻ തകർത്തിരിക്കുന്നു. ഉങ്ങളെ ഉപദ്രവിத்துக் കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര വല്ലമികളെ അവർ He നിർമൂലമാക്കിയിരിக்கிறார். has healed your sickness too. Shall we praise നിന്റെ God? രോഗത്തെയും അവൻ സൗഖ്യമാക്കിയിരിക്കുന്നു. നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. உன்னுடைய வியாதி அவர் குணமாக்கி இருக்கிறார். சேர்ந்து நாம் ஸ்தோத்திரிப்போம். Hallelujah. 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 We praise you, Lord. We praise you. Praise you. Praise you. Now the Spirit of glory has prepared our heart and said he's going to send his anointed word from his throne above through his servant, and the glory of God is going to come down as the Lord speaks to us even more, and he's going to give us greater victories
greater victories in all of our lives. Let's praise God. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കിയിരിക്കുന്നു. തന്റെ വൃത്തിനെ ദൈവത്തിന്റെ വചനം ഉയരത്തിൽ സിംഹാസനത്തിൽ നിന്ന് അറിയിക്കേണ്ടതിനായി ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ സദാ എന്നേക്കും ജയത്തെ നൽകുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. இப்பொழுது தேவன் நம்முடைய இருதயங்களெல்லாம் தம்முடைய மகிமையினால் ஆயத்தம் பண்ணியிருக்கிறார். தொடர்ந்து நம்முடைய தாசன் மூலமாக தேவன் சிங்காசனத்தில் பேசி தம்முடைய மகிமையை அனுப்பி இன்னும் பெரிதான ஜெயத்தை நமக்கு கொடுக்க போகிறபடியால் கர்த்தரை ஸ்தோத்திரிப்போம். Amen. We thank you. We praise you. Praise you, Lord. Praise you, Lord. We praise